എന്തായാലും 41 പ്രമാണിച്ചിട്ടുള്ള ഉത്സവങ്ങളാണ് കേട്ടോ. അത് കളരിയിലെയും കമാന്തറയിലത്തെയും. ഇത് കമാന്തറയിലത്തെയാണ്. ഇത് കമാന്തറയിലെ അമ്പലത്തിലെ താലപ്പൊലിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ പഞ്ചവാദി ഉണ്ട്, ശിങ്കാരിമേള ഉണ്ട്, പിന്നെ ചിന്തുകാവടി ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ കൊട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. ഈ താലപ്പൊലി നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെ വന്നിട്ട് കടയുടെ അതിയായി വന്ന് പള്ളിയുടെ അതിയിൽ കൂടെ വീണ്ടും കളരി അമ്പലത്തിലെത്തും കേട്ടോ. കളരി അമ്പലത്തിൽ ഈ സമയം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ആനയും എഴുന്നള്ളത്തൊക്കെ ആയിട്ട്. എന്നിട്ട് കളരിയിൽ നിന്ന് തിരിച്ച് ഇവർ കമാന്തറയിലെ അമ്പലത്തിലേക്ക് തന്നെ എത്തിയിട്ട് താലപ്പൊലി സമാപനമാവും. പിന്നീട് ഇവരുടെ മറ്റ് പരിപാടികളുണ്ടാവും കേട്ടോ. ശിങ്കാരിമേളം ഇപ്പോൾ കഴിയും കേട്ടോ. ഇനി പഞ്ചവാദ്യമാണ്. കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ശിങ്കാരിമേളം, താലപ്പൊലിയും ചിന്തുകാവടിയൊക്കെ ആയിട്ട് വീണ്ടും അങ്ങനെ പോകും കേട്ടോ അവർ. ഇനിയിപ്പോൾ പഞ്ചവാദ്യം തുടങ്ങും.
ഇവരുടെ പരിപാടിയുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ കളരി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കളരി അമ്പലത്തിൽ എത്തിയപ്പോഴത്തേനും അവിടെ പൂരമൊക്കെ കഴിഞ്ഞ് എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞിട്ട് ആന തിടമ്പ കഴിച്ച് വെച്ചിട്ട് പോവാണ്. ഇത് കളരി പഠിപ്പിക്കുന്ന സ്ഥലമല്ല കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് പൊതുവേ പറയുന്നത് കളരി അമ്പലം എന്നാണ്. ഇവിടെ ചെണ്ടകൊട്ടൊക്കെ ആദ്യം പഠിപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ ആ സ്റ്റേജിൽ നമുക്ക് ചാക്യാർകൂത്തൊക്കെ കാണാനായിട്ട് പറ്റും. ഈ കമ്മാന്തറ അമ്പലത്തിലെ ഉത്സവവും അതേപോലെ തന്നെ ഈ കളരി അമ്പലത്തിലെ ഉത്സവം ഒരേ ദിവസമാണ് നടക്കുന്നത്. മണ്ഡലം 41-ന്. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂമായിരുന്നത് കേട്ടോ. ഇതാണ് കളരി അമ്പലത്തിൻ്റെ ഉള്ള്. ശ്രീനാരായണമൂർത്തി അമ്പലം എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അപ്പോൾ ചാക്യാർകൂത്ത് തുടങ്ങാനുള്ള കൊട്ടൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും മറ്റേ കമാന്തറയിലെ താലപ്പൊലി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഈ പരിപാടി കാണാനായിട്ട് ഇരിക്കും കേട്ടോ. താലം മാത്രം ഉള്ളിലേക്ക് കയറിയിട്ട് തിരിച്ചു പോകും കേട്ടോ. ചാക്യാർകൂത്ത് തുടങ്ങി. ചാക്യാർകൂത്തിൽ പാഞ്ചാലി സ്വയംവരമാണ് കഥാതന്തുവായിട്ട് വരുന്നത് കേട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ കളരിയിലെ ഉത്സവവും കമാന്തറയിലെ ഉത്സവമൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ തറവാട്ടമ്പലത്തിലെ പൂജയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിൽ. പാഞ്ചാല മഹാരാജാവ് ദ്രുപദ മഹാരാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സ്വയംവരം എന്ന് പറഞ്ഞാൽ വിവാഹം അല്ലേ? എങ്ങനെയാ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളല്ലേ? ചുറ്റുണ്ട്. പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണോ വിവാഹം ഉണ്ടായിട്ടുള്ളത്? ഇതിപ്പോ ഇരിപ്പ് കണ്ടിട്ട് അതല്ലാട്ടോ തോന്നുന്നത്. വിവാഹം കഴിച്ചത് ഒരു പരീക്ഷണമായി എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വതം അങ്ങനെ പതിവില്ല. പിന്നെ എന്താ അങ്ങനെ പറയാൻ? പാഞ്ചാലി അർജുനന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടത് അർജുനനും മറ്റു പാണ്ഡവരും അരക്കില്ലത്തിൽ പെട്ട് വിരുന്ന് മരിച്ചു. വാസ്തവം പാഞ്ചാലിയെങ്കിലും തരാക്കണം തിരിച്ചിട്ട് ഉത്സാഹിച്ചു മുമ്പിലെന്നെ അതാരാണ്? കൗരവ ചക്രവർത്തി ദുര്യോധനൻ. കണ്ടാൽ തന്നെ അറിയാലേ ഒരു ചക്രവർത്തിയാണ്. എനിക്കും ഒരു ധാടിയുണ്ട് അതിന്. രാജാവ് കർണൻ. ദുര്യോധനൻ എവിടെയാണോ അവിടെ കർണൻ ഉണ്ടാവുമല്ലോ എപ്പോഴും ഒപ്പ. എന്താ കാരണം? ദുര്യോധനന്റെ സുഹൃത്ത, ഇഷ്ടന, തോഴന കർണൻ, സഖാവ
ദുര്യോധനെ അറിയാം തനിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച് പാഞ്ചാലിയെ തരാമില്ല. അത് ആ സഖാവായിട്ടുള്ള കർണനെയും കൂടെ കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ സഖാക്കളെ മത്സരിക്കുന്നവർക്കൊക്കെ പരാജയപ്പെടുകയാണെന്ന് കേൾക്കുന്നത്. ഇനി കാര്യം സാധിക്കണമെങ്കിൽ ചിലപ്പോൾ വേറെ അവസ്ഥ. ഏതായാലും ദുര്യോധന ആനന്ദന്റെ പോകുന്നുള്ള അവസ്ഥയിലാണ് കേൾക്കുന്നത്. എന്താ സ്വതയുള്ള സമുദായപ്രകാരമുള്ളതാ വെച്ചാൽ വിരോധന അല്ലാത്ത ബന്ധത്തിലൊക്കെ പോയതിന്റെ അപകട. അപ്പോ അങ്ങനെയൊക്കെയാണ്. അതല്ല ഭാവം ഇവിടെ വരും. ആരാ എന്താ അങ്ങനെ ഗോഷ്ടി കാണിക്കണേ? എന്താ വെച്ചാൽ തെളിച്ച് പറഞ്ഞത് ചുങ്കൻ അങ്ങനെ ഒരാളെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അർജുനൻ നല്ല ഭാഗമായി. അതെ അങ്ങനെ വേറെ എല്ലാവരോടും പറയുണ്ടായോ? എന്താ ഭാമേ എന്നോട് പറഞ്ഞത് പോട്ടെ, സാരമില്ല. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്താ വ്യത്യാനിച്ചോ? അങ്ങനെ പാണ്ഡവരോടുള്ള ഇഷ്ടം വാത്സല്യം എല്ലാവർക്കും അറിയാം. അവർ മരിച്ചിട്ടും മരിച്ചു ഇങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.